morning, my dear friends. Welcome to a new lesson. Title of the chapter is Jody's Fawn. This is Jody's Fawn. Jody is a boy and fawn means മാൻകുട്ടി എന്നൊക്കെ അർത്ഥം. This is Jody's fawn means ഇത് ജോഡിയുടെ മാൻകുട്ടിയാകുന്നു എന്നർത്ഥം. Before you read, often instead of rushing to the doctor to treat a small cut or burn, we find quick and effective cures using things available at home. So suppose something happened like burn or cut. So we consult a doctor, we rush to the hospital. അല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു മുറിവോ അതല്ലെങ്കിൽ പൊള്ളലൊക്കെ ഉണ്ടായാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൂടും അല്ലേ, അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കും. സാധാരണ അതാണ് ചെയ്യാറ്. ബട്ട് സംടൈംസ് ഇൻസ്റ്റെഡ് ഓഫ് റഷിങ് ഓർ ഗോയിങ് ടു ഡോക്ടർ ഓർ ഹോസ്പിറ്റൽ വി യൂസ് സംതിങ് എൽസ് വിച്ച് ഈസ് ആക്ച്വലി ഇഫക്റ്റീവ്. പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഹോം റെമഡീസൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ക്യാൻ യു തിങ്ക് ഓഫ് സം സച്ച് ഹോം റെമഡീസ് ഫോർ എക്സാമ്പിൾ എ കട്ട് ഓൺ യുവർ നീ, കാലിലൊരു മുറിവൊക്കെ പറ്റിയാൽ. എ ബേൺ ഓൺ യുവർ ആം, സപ്പോസ് ഇറ്റ് ബേൺ യുവർ ആം. എ ബീ സ്റ്റിങ് അല്ലേ, തേനീച്ചൊക്കെ കുത്തിയാൽ നമ്മൾ പലപ്പോഴും ഹോം റെമഡീസ് ഉപയോഗിക്കാറുണ്ട്. ബേണിംഗ് ഉള്ള സ്ഥലത്ത് ഹണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, നമ്മൾ തേക്കും അല്ലേ. അതല്ലെങ്കിൽ നീ കട്ടൊക്കെ ഉണ്ടായാൽ, കാലിൽ മുറിവൊക്കെ പറ്റിയാൽ വി യൂസ് ദ ഹോം റെമഡീസ്. In this story, Jody's father has been bitten by a rattlesnake. Here in this story, Jody, we already mentioned it's a boy. So his father was bitten by a rattlesnake. ഒരു വിഷമുള്ള പാമ്പ് ജോഡിയുടെ ഫാദറിനെ കുത്താണ്. He quickly kills a dew and uses its heart and liver to draw out the poison. Here, Jody's father, he killed a dew. Dew means ഒരു മാന് എന്നർത്ഥം കേട്ടോ. So he killed that animal and uses its heart and liver to draw out poison. Poison ഒഴിവാക്കാൻ വേണ്ടി ആ മാനിൻ്റെ ഹാർട്ടും ലിവറും എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതുകൊണ്ട് പോയിസൺ ഇല്ലാതാക്കൽ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ആക്ച്വലി അൺനോൺ. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, ഒരു പക്ഷേ അത് ഭക്ഷിച്ചിട്ടോ ഒക്കെ ആയിരിക്കണം. Jody wonders what will happen to the little fawn left without a mother. Here the boy, he is innocent and he wonders and he thought what will happen the little dew or fawn. ആ മാൻകുട്ടിക്ക്, ആ മാനിനൊരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിക്ക് എന്ത് സംഭവിക്കും? അതിൻ്റെ അമ്മയെ എന്തായി, ഫാദർ കൊന്നൂലേ പോയിസൺ ഇല്ലാതാക്കാൻ വേണ്ടി. സോ ഹിയർ ദ ബോയ് തോട്ട് what would happen the little one. So let us go to the first part of the chapter. Jody allowed his thoughts to drift back to the fawn. Drift back, you can see here, go back. So Jody, his thoughts went back to the fawn. ജോഡി വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ ചിന്തകളൊക്കെ എന്തായി, മാൻകുട്ടിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ മാനിനെ കുറിച്ചായി. He could not keep it out of his mind. He couldn't keep it out of his mind means he couldn't help thinking about it. അതിനെക്കുറിച്ച് അവന് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ചെറിയ കുട്ടിയാണ്, അപ്പോൾ മാൻകുട്ടിയുടെ അമ്മ എന്തായിട്ടുണ്ട്, മരിച്ചിട്ടുണ്ടല്ലോ, അതിനെ കൊന്നിട്ടുണ്ട്. സോ ഹി തോട്ട് അബൌട്ട് ദ ലിറ്റിൽ വൺ. He had held it in his dreams, in his arms. Here Jody, he thought that little one in his dreams and in his, അവനെന്തായ മാൻകുട്ടിയെക്കുറിച്ച് ഇങ്ങനെ അവൻ്റെ സ്വപ്നങ്ങളിൽ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നു, അവൻ്റെ കയ്യിൽ പിടിക്കുന്നതൊക്കെ ആയിട്ട് അവനിങ്ങനെ ആലോചിക്കുകയാണ്. He slipped from the table and went to his father's beside. So here he was sitting on the table and he just slipped from the table and went to his father. Penny lay at rest. His father, his name is Penny. Penny എന്നാണ് ഫാദറിൻ്റെ പേര്. He was laying at rest. അദ്ദേഹം എന്താണ്, റെസ്റ്റിലാണ്. ബിക്കോസ് ഓൾറെഡി വി സെഡ് ദാറ്റ് ഹി വാസ് ബിറ്റൻ ബൈ എ റാറ്റിൽസ്നേക്ക്. പാമ്പ് കടിച്ച് വിഷമൊക്കെ ഇറക്കി റെസ്റ്റിലാണ്. ഹിസ് ഐസ് വേർ ഓപ്പൺ ആൻഡ് ക്ലിയർ. ഹിയർ Penny's eyes were open and clear, but the dark and dilated. Dilated, you can see the meaning there. Enlarged. Pupils, Krishnamani. കണ്ണിൻ്റെ ഉള്ളിൽ കൃഷ്ണമണി ഉണ്ടാവും അല്ലേ. So it was dark and dilated. He was laying there. And Jody said to his father, how are you feeling, pa? എങ്ങനെയുണ്ട്? Just fine, son. All death has gone thieving elsewhere. So father said, I am fine. The death which has gone thieving elsewhere, മരണം മറ്റെവിടേക്കോ പോയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജോഡിയുടെ ഫാദറിന് സ്നേക്ക് കടിച്ചു,
അങ്ങനെ വിഷം ഇറക്കാൻ വേണ്ടി ഈ മാനിനെ ഉപയോഗിച്ചു. ആ മാനിനെ കൊന്നു. അതിൻ്റെ ലിവറും ഹാർട്ടൊക്കെ എടുത്ത് അതെങ്ങനെയെന്ന് അങ്ങനെ പോയിസൺ ഇല്ലാതാക്കുക എന്നുള്ളത് ആക്ച്വലി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണില്ല കേട്ടോ. അങ്ങനെ അതിനെ കൊന്നപ്പോൾ അതിനൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി അവിടെ കാട്ടിൽ ഉപേക്ഷിച്ച് പോകുന്നതാണ്. അപ്പോൾ ജോഡി, പെന്നിയുടെ മകനായ ജോഡി, അവന് ഭയങ്കര സങ്കടമാണ്. സോ ഹീ ഈസ് ഡിസ്കസിങ് വിത്ത് ഹിസ് ഫാദർ ബട്ട് വാസിൻ ഇറ്റ് ക്ലോസ് ഷേവ്. ഫാദർ സെഡ് വാസിൻ ഇറ്റ് ക്ലോസ് ഷേവ് മീൻസ് എ നാരോ എസ്കേപ്പ്. കഷ്ടിച്ച് കഴിച്ചിലായതാണ്, കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് മരണത്തിൽ നിന്ന്. I agree, Jody said, I agree. Penny said, I am proud of you, boy, the way you kept your herd and did what was needed. So here, Penny said his son that I am proud of you because timely interventions caused to keep my life. നീ അവസരത്തിനൊത്ത് അല്ലെങ്കിൽ the way you kept your herd and did what was needed. ആവശ്യമുള്ളത് ചെയ്തതുകൊണ്ട് എന്തായി? Kept your herd, you can see, stayed calm in difficult situation. യു സ്റ്റേഡ് കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. പ്രയാസം നിറഞ്ഞ സമയത്ത് ശാന്തമായി നിന്നു അല്ലേ. അതുകൊണ്ട് ഡിഡ് വാട്ട് വാസ് നീഡഡ്. യു ഡിഡ് വാട്ട് വാസ്, ആവശ്യമുള്ളതൊക്കെ ചെയ്തു. സോ ഐ ഗോട്ട് ബാക്ക് മൈ ലൈഫ്. സോ ഐ എം പ്രൗഡ് ഓഫ് യു. Pa, yes son. Pa, do you recollect the dew and the fawn? Here Jody asked his father. My pa, father, do you recollect? Do you remember the dew and the fawn? You can see in the picture. Here in Jody's mind there is the small dew. അല്ലേ, മാൻകുട്ടിയെ എന്താണ് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ കാണേണ്ടതാണ് ആ പിക്ചറിൽ കൊടുത്തത്. He asked his father, do you recollect that dew and fawn? ആ മാനിനെയും കുഞ്ഞിനെയും ഓർമ്മ ഉണ്ടോ? I can never forget them. The poor dew served me. That's certain. So his father said, I never forget them because it served. That dew served my life. That is certain. That is sure. അതാണ് എൻ്റെ ജീവിതം രക്ഷിച്ചത്. അതുകൊണ്ട് ഞാൻ മറക്കൂല. But the fawn may be out there yet. It might be hungry and very scared. So Jody said to his father, the fawn, the little one, it may out there in the forest. ഇപ്പോഴും ആ ചെറിയ മാൻകുഞ്ഞ് അവിടെ കാട്ടിലുണ്ടാവും. It might be hungry and very scared. It might be hungry and it will not be given the food. അതിന് ഫുഡ് ആരും കൊടുക്കാനില്ലല്ലോ. So it might be scared. Scared means പേടിക്കുക. I suppose so. Father said, I suppose so. Pa, I am a big boy now and don't need to drink milk. Why don't I go and see if I can find the fawn? He asked his father. He requested his father, why don't I go to the forest and find out that fawn? എന്തുകൊണ്ട് ഞാൻ അവിടെ ഫോറസ്റ്റിൽ പോയി അതിനൊന്ന് പിടിച്ചു കൊടുത്താലോ, അത് അവിടെ ഉണ്ടാകുന്ന നോക്കിയാലോ? ബിക്കോസ് ഐ ആം നോട്ട് എ ലിറ്റിൽ വൺ. I don't need to drink milk. I am not a little boy. And bring it here. ഞാൻ അതിനെ പിടിച്ച് ഇവിടെ കൊടുത്താലോ? And raise it. Raise it means and feed it. അതിനെ ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തിയാലോ? Penny lay quiet, staring at the ceiling. Your father is just staring and looking at the ceiling. He did not say anything. He did not say the answer. Boy, you have got me hemmed in. Hemmed in, you can see the meaning in left side. Caught in a situation where one can't say no. എന്നെ ആകെ ധർമ്മസങ്കടത്തിലാക്കുക അല്ലേ, എനിക്ക് നോ പറയാൻ പറ്റാത്ത രീതിയിലാക്കുക. ഓക്കെ, സോ ഐ ആം ആക്ച്വലി ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ. ആക്ച്വലി ഐ കാൺ റിഫ്യൂസ് യുവർ റിക്വസ്റ്റ്. എനിക്ക് നോ പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ആക്കിയല്ലോ നീ എന്നെ. ഞാൻ എന്ത് പറയും? It won't take much to raise it, Pa. It will soon start eating leaves and acorns. So Jody said to his father, we need not anything. We need not much to raise it. നമ്മൾ എന്ത് ചെയ്യേണ്ട? We need not to spend much to raise it. അതിനെ വലുതാക്കാൻ വേണ്ടി ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. It will soon start eating leaves and acorns. Acorns means small brown nuts. So it will soon start eating leaves and acorns. You are smarter than boys of your age. Father appreciated here Jody. He said, you are smarter. You are smarter than any boys in your age. We took its mother and it was not to blame. ഇവിടെ ജോഡി തൻ്റെ ഫാദറിനെ ഇമോഷണലി വല്ലാതെ പ്രയാസത്തിലാക്കുകയാണ് കേട്ടോ. സോ ഹി സെഡ് വി ടുക്ക് ഇറ്റ്സ് മദർ. അല്ല, അതിൻ്റെ അമ്മയെ നമ്മളല്ല എടുത്തത്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ടു ബ്ലെയിം. പക്ഷെ നമുക്കൊന്നും കുറ്റം പറയാനും പറ്റില്ല, കാരണം ഇറ്റ് ഈസ് ഇൻ നെസസിറ്റി അല്ലേ. അതിനെ എടുത്തത് നമ്മൾ വിഷമിറക്കാൻ വേണ്ടിയാണ്. ഷുവർലി ഇറ്റ് സീം അൺഗ്രേറ്റ്ഫുൾ ടു ലീവ് ഇറ്റ് ടു സ്റ്റാർവ്. സൺ,
Here father said, surely it is ungrateful. നന്ദിയില്ലാത്തത് എന്നർത്ഥം കേട്ടോ. ഇറ്റ് ഈസ് ബാഡ് ടു ലീവ് ദാറ്റ് ലിറ്റിൽ വൺ ദെയർ. അതിനവിടെ ഇട്ട് പോകുന്നത് മോശം തന്നെയാണ്. ഐ കാൺ സേ നോ ടു യു. അതുകൊണ്ട് തന്നെ നീ എന്നോട് അവിടെ പോയിട്ട് അതിനെ കൊണ്ടിട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ഐ നെവർ തോട്ട് ഐ വുഡ് ലിവ് ടു സീ അനദർ ഡേ. ആക്ച്വലി ഐ നെവർ തോട്ട് ദാറ്റ് ഐ വിൽ ലിവ് അനദർ ഡേ. ഐ ആക്ച്വലി തോട്ട് ഐ വിൽ ഡൈ ടുഡേ. അല്ലേ, ഞാൻ ആ വിഷം പാമ്പ് കൊത്തിയ ഉടനെ മരിക്കുന്ന വിചാരിച്ചു. എനിവേ ഐ ഗോട്ട് ബാക്ക് മൈ ലൈഫ് ബിക്കോസ് ഓഫ് ദാറ്റ് ഡു. സോ ഇറ്റ് ഈസ് ബാഡ് ടു ലീവ് ഇറ്റ് ദാറ്റ്. അതിനവിടെ ഇട്ട് പോരൽ മോശമാണ് എന്നൊക്കെ ഫാദർ കേട്ടോ. ഹി ആക്ച്വലി അണ്ടർസ്റ്റുഡ് the mistake. Can I ride back with Millville and see if I can find it? Here Jody asked his father, can I ride back to that place with Millville? Millville, here it's a friend. So can I go back there with Millville? Millville കൂടെ ഞാൻ അവിടെ പോട്ടെ. അവരുടെ സുഹൃത്താണ് കേട്ടോ Millville. Tell your ma I said you can go. So Jody's father said, you can tell your mother that I said yes. ഞാൻ പോകാൻ അനുവദിച്ചിട്ടുണ്ട് എന്ന് മദറിനോട് പറഞ്ഞോളൂ. He slided back to the table and sat down. His mother was pouring coffee for everyone. So he went to his mother. So mother was pouring coffee to everyone. എല്ലാവർക്കും കോഫി എന്ത് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യായിരുന്നു, ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. Then Jody said and said, Ma, Pa says I can go bring back the phone. Jody said to his mother. Father gave permission to go there and bring back the phone. ആ മാൻകുഞ്ഞിനെ കൊണ്ടുവരാൻ ഫാദർ സമ്മതം തന്നിട്ടുണ്ട്. ഷി ഹാൽഡ് ദ കോഫി പോട്ട് ഇൻ ദി മിഡ്. ഹിയർ മദർ വണ്ടേഡ്. അല്ലേ, ചെറിയ കുട്ടിയാണ്, അങ്ങനെ പറഞ്ഞേക്കാൻ പറ്റുമോ? അല്ലേ, അമ്മ എന്ത് ചെയ്തു, കോഫി പോട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ പിടിച്ചിങ്ങനെ നിന്നു അത്ഭുതം കൊണ്ട് കേട്ടോ. വാട്ട് ഫോൺ? ദ ഫോൺ ബിലോങ്ങിങ് ടു ദ ഡു വി കില്ഡ്. ഏത് മാന്? അപ്പോൾ ജോഡി പറഞ്ഞു, ദ ഫോൺ, ദ ലിറ്റിൽ വൺ which belonging to the dew we killed. We already killed on dew. So the phone is its child. ആ കൊന്ന മാനിൻ്റെ കുഞ്ഞാണ്. We use the dew's liver to draw out poison and save pa. So Jody explained to his mother, we used the liver of that dew to take out the poison and save pa. She gasped. അവളെന്ത് ചെയ്തു, നെടുവീർപ്പിട്ടു. അവളൊന്ന് ദീർഘശ്വാസം വലിച്ചു. Well, for pity's sake, Pa says it would be ungrateful to leave it to starve. Jody said, Mother, for pity's sake means, please mother. Father says that it would be ungrateful. It would be bad to leave that little one to starve. Father പറയുന്നത് അതിനെ പട്ടിണിക്കിടാറുന്നത് അത് നന്ദിയില്ലായ്മയാണ്, അതുകൊണ്ട് അതിനെ കൊണ്ടുവരണം എന്നാണ് ഫാദർ പറഞ്ഞത്. Wilson said, doc means Dr. Wilson. So Dr. Wilson said, doctor here he treated Jody's father. So he said, that is right ma'am, nothing in the world comes quite free. The boy is right and his daddy is right. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്താണ്, ഒന്നും ലോകത്തൊന്നും വെറുതെ കിട്ടൂല. കുട്ടി പറയുന്നതും ശരിയാണ്, ഫാദർ പറയുന്നതും ശരിയാണ്. അല്ലേ, ഫാദർ പറഞ്ഞത് ശരി പറഞ്ഞാൽ മാനിനെ കൊന്നാലേ എന്ത് ചെയ്യുള്ളൂ, ഫാദറിന് ജീവിതം തിരിച്ചു കിട്ടുള്ളൂ. കുട്ടി പറഞ്ഞത് അതിനെ കൊണ്ടുവന്ന് വളർത്തണം. സോ ബോത്ത് ആർ റൈറ്റ്, ഡോക്ടർ വിൽസൺ സെഡ്. Millville said he can ride back with me. I will help him find it. Millville, he said that he can ride back with me. Millville പറഞ്ഞു, കുട്ടിയെ എന്ത് ചെയ്തോളാം, ഞാൻ കൊണ്ടുപോയി കൊടുന്നോളാം. ആൻഡ് ഐ വിൽ ഹെൽപ്പ് ഹിം ടു ഫൈൻഡ് ഇറ്റ്. അവനെ മാൻകുട്ടിയെ കാണാൻ ഞാൻ സഹായിച്ചോളാം എന്നർത്ഥം. She set down the pot helplessly. Here the mother, she put down the pot helplessly. She was actually can't refuse this request. ഇല്ല, ഈ റിക്വസ്റ്റ് അവർക്ക് എന്ത് ചെയ്യാൻ നിരസിക്കാൻ കഴിഞ്ഞില്ല. സോ ഷി പുട്ട് ഡൗൺ ദ പോട്ട് ഹെൽപ്ലെസ്ലി. സോ മദർ സെഡ്, വെൽ ഇഫ് യു വിൽ ഗിവ് ഇറ്റ് യുവർ മിൽക്ക് വി ഹാവ് ഗോട്ട് നത്തിങ് എൽസ് ടു ഫീഡ് ഇറ്റ്. സോ യു ക്യാൻ ബ്രിങ് ഹിയർ ആൻഡ് യു ക്യാൻ ഗിവ് യുവർ മിൽക്ക് ടു ദാറ്റ് ലിറ്റിൽ വൺ ആൻഡ് വി ഹാവ് ഗോട്ട് നത്തിങ് എൽസ് ടു ഫീഡ് ഇറ്റ്. എനിക്ക് തിന്നാൻ വേറെ ഒന്നും കൊടുക്കൂല, നിനക്ക് നിൻ്റെ പാല് വേണമെങ്കിൽ കൊടുക്കാം, നീ കൊണ്ടുവന്നോ. Millville said, come on boy, we have got to get riding. So Millville said, come boy, let us go there. Ma Baxter asked anxiously, you will not be gone long? Ma Baxter. Baxter means it is the name of mother. അമ്മയുടെ പേരാണ് കേട്ടോ. അപ്പം അമ്മ ചോദിക്കുകയാണ് anxiously. Here mother asked anxiously, you will not be gone long? You will not be gone far? അധികം ദൂരമൊന്നും പോലല്ലോ. Jody said, I will back
Jody said, I will be back before dinner for sure. Jody said to his mother, I will back before the dinner. Melville mounted his horse and pulled Jody up behind him. Here, Melville, he mounted. മെൽവിയിൽ കയറിയിരുന്നു, കുതിരപ്പുറത്ത് കയറിയിരുന്നിട്ട് ജോഡിയെ തൻ്റെ പിറകിൽ കയറ്റിയിരുത്തി. He said to Melville, do you think the fawn still there? Will you help me find him? Yeah, Jody asked Melville, do you think that the fawn will be there? മാൻകുട്ടി അവിടെ ഉണ്ടാകുമോ? Will you help me to find it? അതിനെ കണ്ടെത്താൻ എന്നെ സഹായിക്കുമോ? Here the boy requested Melville. Melville എന്ന് പറഞ്ഞാൽ അവരുടെ സുഹൃത്താണ് കേട്ടോ. You can see in the picture Melville is sitting on horseback and the little boy is sitting behind Melville. We will find him if he is alive. So here Melville said, we can find him if he is alive. How you know it is a he? Melville പറയാണ്, if it is alive we can find him. But how you know it is a he? അവൻ ആണാണെന്ന് എങ്ങനെ നിനക്ക് മനസ്സിലായത്? മാൻകുട്ടി ആണാണെന്ന് എങ്ങനെ മനസ്സിലായത്? Here Jody said the spots were all in a line. Its spots were all in a line. അതിൻ്റെ പുറത്തുള്ള ഈ ഡോട്ടുകൾ, കുത്തുകൾ എല്ലാം ലൈനിലാണ്. When a Jew fawn passes, the spots are every which way. Every which way you can say the meaning in different directions. So my father said on Jew fawn, പെണ്ണാണെങ്കിൽ, മാൻകുഞ്ഞ് പെണ്ണാണെങ്കിൽ, the spots are every which way. അതിൻ്റെ സ്പോട്ടുകൾ ഇങ്ങനെ പല ഡിഫറെൻറ്റ് ഡിറക്ഷനിലായിരിക്കും. ഓക്കെ, thus he understood here it is a male. So this is the first part. മനസ്സിലായില്ലേ? അപ്പോൾ ജോഡിയുടെ ഫാദറിന് വിഷമേറ്റപ്പോൾ അത് ഇല്ലായ്മ ചെയ്യാൻ ഒരു മാനിനെ കൊന്നു. അപ്പോൾ അതിൻ്റെ കുഞ്ഞിനെ അവർ അവിടെ ഇട്ട് പോന്നു. പിറ്റേ ദിവസം ഈ പെന്നിയുടെ മകന് ജോഡിയിട്ടോ അവന് വല്ലാത്ത സങ്കടമായി. അതിനെ കൊണ്ടുവരാൻ വേണ്ടി ഫാദറിനോട് പെർമിഷൻ ചോദിക്കുകയാണ്. അങ്ങനെ ഫാദറിനോട് പെർമിഷൻ ചോദിച്ച് മദറിൻ്റെ സമ്മതം കിട്ടി. ദേ ആർ ഗോയിങ് ടു ദ പ്ലേസ് വെയർ ദ ലിറ്റിൽ വൺ ലെഫ്റ്റ് ആൻഡ് ദേ ആർ സെർച്ചിങ് ദർ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. So there is comprehension check question here. What had happened to Jody's father? ജോഡിയുടെ ഫാദറിന് എന്താ സംഭവിച്ചത്? How did the Jew save Penny's life? Here the Jew saved Penny's life. How? എങ്ങനെ പെന്നിയുടെ ജീവിതം രക്ഷിച്ചത്, അല്ലെങ്കിൽ ജീവൻ രക്ഷിച്ചത്? Why does Jody want to bring the phone home? Why does the boy Jody to bring the phone home? എന്തിനാ അവന് അതിനെ എങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്? How does Jody know that the phone is a male? എങ്ങനെയാണ് ഈ ഫോൺ ഒരു മെയിലാണ് എന്ന് അവനെങ്ങനെ മനസ്സിലായത്? ഹൗ ഡസ് ജോഡി നോ ദാറ്റ് ദ ഫോൺ ഈസ് എ മെയിൽ? ഒരാണാണെന്ന് എങ്ങനെ മനസ്സിലായത്? So you can find out the answers of this question and write down in your notebook. Okay, so let us wind up the session. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പറയാം. Okay, thank you.